കേരളത്തിലെ ഏറ്റവും പുരാതനമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മലയാലപ്പുഴ ദേവീക്ഷേത്രം. 2500 വർഷം പഴക്കം കണക്കാക്കുന്നതാണ് പൗരാണിക രീതിയിൽ ചെമ്പുമേഞ്ഞ ചതുര ശ്രീകോവിൽ. നമസ്കാര മണ്ഡപം ചെറുതാണ്. ചുറ്റമ്പലം താഴ്ന്ന മേൽക്കൂരയോടുകൂടിയതും ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠയായി ഭദ്രകാളി ദേവി കിഴക്കോട്ട് ദർശനമായി വിരാജിക്കുന്നു. ദാരിക നിഗ്രഹാനന്തരം വേതാളച്ചുമലേറി ആയുധങ്ങളേന്തിയ അഷ്ടബാഹുക്കളോടെ ത്രിനേത്രപതിയായ ശ്രീ ഭഗവതി ഇരുന്നരുളുന്നു. 5 അടിയോളം ഉയരത്തിൽ കടുശർക്കരായോഗത്തിലാണ് വിഗ്രഹം. വിഗ്രഹത്തിൽ നേരിട്ട് അഭിഷേകം നടത്താറില്ല. ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള പഞ്ചലോഹം കൊണ്ടുള്ള പൂജാ വിഗ്രഹത്തിലും ശ്രീബലി വിഗ്രഹത്തിലുമാണ് പൂജ ചെയ്യുന്നത്. ഒരിക്കൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ 2 ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ എത്തി വളരെ കാലം ഭജനമിരുന്നു. കരുണാമയിയും ഇഷ്ടവരദായിനിയുമായ ദേവി അവർക്ക് ദർശനം നൽകുകയുണ്ടായി. അവരുടെ കൈവശമുണ്ടായിരുന്ന തേവാര വിഗ്രഹം ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമായി. പൂജിച്ച് ആരാധിച്ചിരുന്ന ആ വിഗ്രഹവുമായി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. നിരവധി നാളുകളിലെ യാത്രകൾക്കും വിവിധ ക്ഷേത്രങ്ങളിൽ വിശ്രമിച്ചും യാത്ര തുടർന്ന അവർക്ക് ഉറക്കത്തിൽ ദേവി സ്വപ്ന ദർശനം നൽകി. വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ട സ്ഥലവും സ്ഥാനവും ദേവി തന്നെ നിർദ്ദേശിച്ചു. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ദേവി വിഗ്രഹവുമായി ആറും തോടും താണ്ടി വനസൗന്ദര്യം ആസ്വദിച്ച് യാത്ര തുടർന്നു. ശക്തി സ്വരൂപിണിയായ ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും തുടിച്ചു നിൽക്കുന്ന ഐശ്വര്യത്തിന്റെ വിളനിലമായ മലയാലപ്പുഴയിൽ എത്തിച്ചേർന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ ദേശവാസികളും അന്നത്തെ കരപ്രമാണിമാരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അച്ചക്കണ്ണാമല, ഊട്ടുപാറമല, ചെറുകുന്നത്തുമല, പുലിപ്പാറമല, ഉപ്പിടുംപാറമല എന്നീ 5 മലദൈവങ്ങളുടെ മധ്യത്തിൽ മലയും ആലും പുഴയും സംഗമിച്ച എടുത്തിട്ട മണ്ണയായ മലയാലപ്പുഴയിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം. ശ്രീകോവിലിന് മുമ്പിലായി ചെറിയ നമസ്കാര മണ്ഡപവും ചുറ്റമ്പലവും ക്ഷേത്രത്തിനുള്ളിലായി ബരിക്കൽ പുരയുമുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തായി ഗാംഭീര്യമുള്ള ഒരു ഗോപുരമുണ്ട്. ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിലിന് മുമ്പിൽ ഒരു മുഖമണ്ഡപമുണ്ട്. പ്രതിഷ്ഠാകർമ്മത്തിന്റെ ഭാഗമായി താന്ത്രിക വിധിപ്രകാരം പ്രാണപ്രതിഷ്ഠാകർമ്മത്തിലൂടെ വിഗ്രഹത്തിന് തന്ത്രി ശക്തിയും ചൈതന്യവും വരുത്തിയിട്ടുള്ള ഭദ്രകാളി ദേവിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ എങ്കിലും ഉഗ്രരൂപിണിയായ പാർവതിയുടെ പ്രതിരൂപമാണിതെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഭക്തർക്ക് ദേവി സ്നേഹസ്വരൂപിണിയായ അമ്മയാണ്. വിനായക ചതുർത്ഥി, നവരാത്രി, ശിവരാത്രി, മറ്റു പ്രധാന ആഘോഷങ്ങൾ എന്നിവ വിപുലമായി ഇവിടെ നടത്തിവരുന്നു. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. തിരക്കേറിയ ഈ ദിവസങ്ങളിൽ ദർശനത്തിനായി ഏറെ സമയം കാത്തു നിൽക്കേണ്ടി വരും. തോണിയരിപ്പായസം, നെയ്വിളക്ക്, അരി, നെല്ല്, പഞ്ചസാര തുടങ്ങിയവ പറ നിറച്ച് നിവേദിക്കൽ, മഞ്ചാടിക്കുരു സമർപ്പണം, കോഴിപ്പറത്തൽ തുടങ്ങിയവയാണ് വഴിപാടുകൾ. ഭസ്മം, ചന്ദനം, പാൽ, നെയ്യ്, കരിക്കിൻ വെള്ളം എന്നിവ ഉപയോഗിച്ച് അഭിഷേകം നടത്തിവരുന്നു. അമ്മയുടെ മടിയിലിരിക്കുന്ന രൂപത്തിലുള്ള ഗണപതി, സ്വയംഭൂ ശിവൻ, മുഹൂർത്തി, നാഗദൈവങ്ങൾ, രക്ഷസ് തുടങ്ങിയ ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്ര മതിലിന് കിഴക്ക് ആൽമരച്ചുവട്ടിൽ മലമാട് സ്വാമിത്തറ എന്ന പേരിൽ ഒരു മലദൈവ സങ്കല്പമുണ്ട്. വെറ്റില, അടയ്ക്ക, പുകയില എന്നിവയാണ് ഇവിടുത്തെ വഴിപാട്. ക്ഷേത്രത്തിലെ സ്വയംഭൂവായ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. വർഷം മുഴുവൻ പൂത്തുനിൽക്കുന്ന ഒരു കൊന്നമരത്തിന്റെ തണലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗത്തിന് ക്ഷേത്രമില്ല. ശിവരാത്രി ദിവസം ഇവിടെ പ്രത്യേക പൂജകൾ നടക്കുന്നു. കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ കൊടിയേറി 11 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ദേവിയുടെ തൃക്കൊടിയേറ്റ് ദിവസമായ അന്ന് തന്നെയാണ് പ്രസിദ്ധമായ മലയാലപ്പുഴ പൊങ്കാലയും നടക്കുന്നത്. ഫെബ്രുവരി 20-നാണ് തൃക്കൊടിയേറ്റ്. 4 കരക്കാരുടെ ഉത്സവവും നല്ലൂർക്കര, ഇടനാടുകര, ഏറങ്കര,
താഴങ്കര, അങ്ങനെ 4 കരകളടങ്ങിയ ഈ അമ്പലത്തിൻ്റെ 11 ദിവസ ഉത്സവവും അതിഗംഭീരമായ പരിപാടികളും 9ാം തിരുവുത്സവത്തിന് താഴങ്കരയുടെ ഇതായിട്ട് ഒരു പൂരവും, എല്ലാ വർഷവും നടത്തുന്ന പൂരം ഈ വർഷം 9ാം ഉത്സവത്തിന് നമ്മൾ ഈ തിരുസന്നിധിയിൽ നടത്തുന്നു. പിന്നെ 20ാം തീയതി രാവിലെ നടത്തുന്ന പൊങ്കാലയ്ക്ക് അമ്മയ്ക്ക് നേരിട്ട് നേദ്യം അർപ്പിക്കുന്നതിന് കിട്ടുന്ന ഒരു അവസരമാണ്. അത് എല്ലാ ഭക്തജനങ്ങളും വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് അമ്മയുടെ അനുഗ്രഹം നേടണമെന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഉത്സവനാളുകളിൽ അന്നദാനം നടത്താറുണ്ട്. മാർച്ച് 1 വെള്ളിയാഴ്ച തിരുവാറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് മലയാലപ്പുഴ ദേവീക്ഷേത്രം. ദിലീപ് കുമാർ പൊതിപ്പാട് പ്രസിഡന്റായും മോഹനൻ കുറിഞ്ഞിപ്പുഴ സെക്രട്ടറിയുമായുള്ള ക്ഷേത്ര ഉപദേശക സമിതിയും ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നു. ഈ വർഷവും ഫെബ്രുവരി മാസം 20ാം തീയതി നടക്കുന്ന ഈ പൊങ്കാല മഹോത്സവത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിന് വെളിയിൽ നിന്നും ആൾക്കാർ ഒക്കെ ഇവിടെ എത്തിച്ചേർന്ന് പൊങ്കാല അർപ്പിക്കാറുണ്ട്. ഈ പൊങ്കാല മഹോത്സവത്തിൽ അമ്മയുടെ ഭക്തരായിട്ടുള്ള സർവരും ഇവിടെ എത്തിച്ചേർന്ന് കൃത്യമായി ആ പൊങ്കാല അർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹ ആശസ്സുകൾ ഏറ്റുവാങ്ങണമെന്നാണ് വിനീതമായി അറിയിക്കുവാനുള്ളത്. രണ്ടാമത് നമ്മുടെ ഉപജസമിതിയുടെ നേതൃത്വത്തിലും തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ബോർഡിലും നേതൃത്വത്തിലും എല്ലാ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മുമ്പോട്ട് നടത്തുന്നത്. ഈ പൊങ്കാല മഹോത്സവത്തിന് വേണ്ട മുൻകരുതൽ എല്ലാം തന്നെ എടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാ ബൃഹത്തായ പദ്ധതികളാണ് ആവിഷ്കരണം ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാകാതെ അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ക്ഷേത്ര ഉപദേശ സമിതി നൽകിക്കൊണ്ട് അമ്മയുടെ അനുഗ്രഹത്താൽ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവവും ഏറ്റവും ഭംഗിയായി നടത്താൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബ്രഹ്മശ്രീ അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടത്തിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. ദേവി കൊടിമരമുകളിൽ വാളും ചിലമ്പുമേന്തി തുള്ളിത്തുടങ്ങുമ്പോൾ ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന 5 മലകളിലെയും വിളക്കുകളിൽ നിന്ന് ദിവ്യശോഭ പടരുമ്പോൾ മലയാലപ്പുഴ ദേശമാകെ പടരുന്ന ദേവീ മന്ത്രങ്ങൾ ഭൂമി മുഴുവനും നിറഞ്ഞ് ആനന്ദാമൃത വർഷിണിയാകട്ടെ. ആ ഉത്സവത്തിന് നമുക്ക് ആദ്യമായിട്ട് തന്നെ പൊങ്കാലയാണ്. അത് നേരത്തെ മകരപ്പൊങ്കലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ദേവപ്രശ്ന വിധിപ്രകാരം അത് മകരപ്പൊങ്കൽ എന്നുള്ളത് ഇപ്പം കുംഭത്തിരുവാതിര ദേവിയുടെ തിരുനാളായ ദിവസം നടത്തണമെന്ന് വന്നതിനാൽ അതിപ്പോൾ തിരുവുത്സവത്തിൻ്റെ അന്ന് തന്നെ രാവിലെ നടത്തുന്നതാണ്. ചതുശതം തൂണിയേരി രക്തപുഷ്പാഞ്ജലി, ശത്രുംഹാര പുഷ്പാഞ്ജലി തുടങ്ങിയാണ് പ്രധാനമായിട്ട്. പിന്നെ നിത്യവും പൂക്കുന്ന ഒരു കണിക്കൊന്ന, അത് വേറെങ്ങും കാണാൻ സാധ്യതയില്ല. ഇവിടെ എല്ലാ ദിവസവും അതിൻ്റെ ഒരു പൂവെങ്കിലും ആ ശിവഭഗവാന്റെ മകളിൽ വീഴത്തക്ക രീതിയിൽ നിത്യവും പൂക്കുന്നുണ്ട്. വ്രതാനുഷ്ഠാനത്തോടെയാണ് ഭക്തർ പ്രസിദ്ധമായ മലയാലപ്പുഴ പൊങ്കാലയിടാൻ എത്തിച്ചേരുന്നത്. നിരവധി ഭക്തർക്ക് പൊങ്കാലയ്ക്ക് ശേഷം അമ്മയുടെ ആശീർവാദത്തോടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തങ്ങളുടെ സമർപ്പണം നടത്താൻ തയ്യാറാകുന്നതും മലയാലപ്പുഴ പൊങ്കാലയുടെ സവിശേഷതയാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് മലയാലപ്പുഴ അമ്മയുടെ ദർശന പുണ്യത്തിനായി തിരുനടയിലെത്തുന്നത്.